ഹായ് ഗൈസ്, വെൽക്കം ടു ജേസ് ഹോബി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ക്യാൻഡിൽസ് ആണ്. ആദ്യം ഒരു മുട്ട എടുത്ത ശേഷം ഒരു സൂചിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് മുട്ടത്തോടൊന്ന് ചെറുതായിട്ടൊന്ന് കുത്തിപ്പൊട്ടിക്കണം. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അതിൻ്റെ അകത്തെ വെള്ളയും മഞ്ഞയും എടുത്ത് കളഞ്ഞ ശേഷം നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അകത്ത് വെള്ളാംശമൊന്നുമില്ലാത്ത രീതിയിൽ ഡ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം വളരെ കെയർഫുള്ളായി ഞാൻ ഈ കാണിക്കുന്ന പോലെ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ സൂചിയെല്ലാം വെച്ച് അപ്പുറത്തെ സൈഡിൽ വളരെ കെയർഫുള്ളായി ഒന്ന് ചെറിയൊരു തുളയ്ക്കണം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെഴുകുരുക്കലാണ്. അതിനായി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മെഴുകെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കി ഉരുക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ ഉണ്ടാക്കുന്ന ക്യാൻഡിൽസിന് കളർ വരുത്താനായി നമ്മൾ ഒരു 4 കളർ ക്രയോൺസ് ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് പൊടിച്ചിടുകയാണ്. അതിനുശേഷം നമ്മൾ ഒരുക്കി വെച്ചിരുന്ന മെഴുക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ കളർ മാറി വരും നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുട്ടത്തോടിലേക്ക് ഇങ്ങനെ തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കോട്ടൺ നൂല് കയറ്റി വെച്ച് അത് നന്നായിട്ടൊന്ന് ഒരു സൈഡ് നന്നായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ക്ലേയോ അല്ലെങ്കിൽ എംസിയിലോ കൊണ്ട് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് മുട്ടത്തോട് നല്ല ഉറപ്പോടെ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും എഗ് ട്രെയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല ഉറപ്പോടെ മുട്ടത്തോട് വെച്ച ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മെഴുക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ മുട്ടത്തോടിലേക്കും മെഴുകി ഒഴിച്ച ശേഷം അതൊന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് കുറച്ച് സമയം വെക്കാം. അത് നന്നായിട്ടൊന്ന് തണക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ടാവും. അതിനുശേഷം നമുക്ക് മൊത്തം സെറ്റായി കഴിഞ്ഞ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുട്ടത്തോട് ചുമ്മാ പൊളിച്ച് മാറ്റി കളഞ്ഞാൽ മാത്രം മതി. മുട്ടത്തോട് മുഴുവൻ പൊളിച്ച് മാറ്റിയ ശേഷം മിച്ചം വരുന്ന നൂല് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളയുക. അതോടെ നമ്മുടെ ക്യാൻഡിൽസ് ഉണ്ടാക്കുന്നതിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.